ദേവനെ ദൈവത്തിനെ അറിഞ്ഞുകൂടാ. ദേവനാര്? ദൈവമാര്? ദേവന്മാരുടെ ദേവനാകുന്നു പരമശിവൻ. ആ പരമശിവനൊക്കെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഋഷിമാരെല്ലാം കൂടെ അവിടെ ചെന്ന് ഇദ്ദേഹത്തിനെ കാണാൻ. അപ്പോൾ ഋഷിമാർക്ക് ഒരാളൊക്കെ ഒരു സംശയം ഉണ്ടായി. അവിടെ ചെന്ന് നോക്കി നമസ്കരിച്ചിട്ട്. അപ്പോൾ ഒരു സംശയമുണ്ടല്ലോ, ഈ ലോകജനങ്ങൾ ഞങ്ങളെല്ലാം അങ്ങയെ ധ്യാനിക്കുന്നു, നമസ്കരിക്കുന്നു. ഈ അങ്ങ് ആരെയാണ് ഇങ്ങനെ ഇരുന്ന് ഈ ധ്യാനിക്ക് നമസ്കരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ശിവൻ പറഞ്ഞില്ല, എനിക്കുമൊക്കെ മുകളിൽ ഒരാളുണ്ട്, ഞാൻ അദ്ദേഹത്തിനെയാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ നിങ്ങൾക്കാർക്കും നേരിൽ ധ്യാനിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ കൂടെ അദ്ദേഹത്തെ കാണാൻ ധ്യാനിക്കുന്നു. അപ്പോൾ ദേവൻ അല്ല ദൈവം. എന്തുവാ ഹിന്ദുക്കൾ വിചാരിച്ചിരിക്കുന്ന ദേവന്മാരൊക്കെ ദൈവങ്ങളാണെന്ന്. ദേവന്മാരല്ല ദൈവം. ഇവർക്കെല്ലാം ഉപരിയായി ഒരു മഹാപ്രഭ, ആ ശക്തി ലോകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പേര് പറഞ്ഞിട്ട് ആ വസ്തു ഇല്ലെന്ന് പറയാൻ എന്താണ് നിയമം? ദൈവമില്ല. ദൈവമെന്ന പേരുണ്ടെങ്കിൽ, നാമമുണ്ടെങ്കിൽ ആ വസ്തുവുണ്ട്. ഇല്ലാത്ത ഒരു വസ്തുവിനും പേരില്ല ഈ ലോകത്ത്. എന്തെങ്കിലും ഉണ്ടെന്നൊരു പേരുണ്ട്. അപ്പം ദൈവമില്ല എന്ന് പറയുന്ന യുക്തിവാദമാണ്. യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഞരമ്പ് രോഗിയാണ്. അവൻ്റെ ഒരു ബ്രെയിനൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് അവൻ യുക്തിവാദത്തിലൊരു പോകുന്നു എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. നീ ഞരമ്പ് രോഗികളാണ് യുക്തിവാദികൾ. എന്താണെന്ന് വെച്ചാൽ അവൻ അന്വേഷിച്ചു ദൈവത്തിനെ. അന്വേഷിക്കാതെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു കുളത്തിൽ മീനുണ്ടെന്നും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അത് കേട്ട് മീനുണ്ടെന്നല്ല ഇയാൾ ചൂണ്ടയിടും. ഇയാളുടെ ചൂണ്ടയെ പിടിച്ചില്ല ഞാൻ മീനില്ലെന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് കിടക്കുന്നത്. അത്രയും യുക്തിയില്ല മാറും. അതുകൊണ്ട് ദൈവം ഇല്ല എന്നുള്ള വാക്ക് മിഥ്യയാണ്. യുക്തിവാദവും മിഥ്യയാണ്. അതേപോലെയാണ് നിരീശ്വരവാദം. ഈശ്വരനില്ല എന്ന് പറയാൻ ഒരാൾക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞപ്പം ഉണ്ടു എന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ ഒരു കാര്യം ഇല്ല എന്ന് പറയില്ല. ഞങ്ങളുടെ അടുത്തൊരു അമ്മാവനുണ്ടായിരുന്നു. ഈ ഒരു യുക്തിവാദി എൻ്റെ അവിടെ സംസാരിച്ചു കൂട്ടത്. എന്ത് ചോദിച്ചാലും അവൻ പറയില്ല എന്ന്. അങ്ങനെ പുള്ളി ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിനക്ക് തന്തയുണ്ടോടാ? അവനില്ല എന്ന് പറഞ്ഞില്ല. അതാണ് ദൈവം. മനസ്സിലായോ? അപ്പോൾ ഈ യുക്തിവാദിയോട് സംസാരിക്കാൻ കൊള്ളാവുന്നവരോട് അവർ സംസാരിച്ചിട്ടില്ല. വല്ല ഉപദേശിയോടോ വല്ല വിവരമില്ലാത്തവരോട് സംസാരിച്ചവൻ വലിയ യുക്തിവാദിയാണ് പറയുക. യുക്തിപരമായി ചിന്തിക്കുന്നവരോട് സംസാരിച്ചവൻ തപ്പിക്കും. ഈ അമ്മാൻ്റെ അടുത്ത് അവൻ്റെ ഒരു യുക്തിവാദം നടന്നില്ല. എന്തു ചോദിച്ചാലും ഇല്ലാന്ന് പറയും. തണ്ടയുണ്ടോ? കുഞ്ഞോനെ വിളിക്കാത്ത കുഞ്ഞു, നിനക്ക് തണ്ടയുണ്ടോ? ഇല്ലെന്ന് പറയാനും പോകും. അതാണ് ഇതാണ് വേദവ്യാസൻ പറഞ്ഞ ലോകത്ത് കലിയുഗത്തിൽ അന്ധവിശ്വാസികളെ കൊണ്ട് ലോകം നിറയുന്നത്.